സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. അഫ്ഗാൻ ഭരണകൂടവും ഇന്ത്യൻ സർക്കാരും തമ്മിൽ ദുബായിൽ നടന്ന കൂടിക്കാഴ്ച പ്രദേശത്ത് പുതിയൊരു സമവാക്യം രചിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. താലിബാൻ 2021 അധികാരമേറ്റെടുത്ത ശേഷം തണുത്തുപോയ ഉഭയകക്ഷി ബന്ധം ഇതോടെ ഊർജ്ജസ്വലമാവുമെന്നാണ് വിലയിരുത്തൽ. താലിബാൻ അധികാരമേറ്റതു മുതൽ ഇന്ത്യ അഫ്ഗാനുമായി വലിയ അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അഫ്ഗാന് ഗുണകരമാവും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചർച്ചകൾ. 40ഓളം രാജ്യങ്ങൾ ഇതിനകം തന്നെ അഫ്ഗാന് കൈ കൊടുത്തിട്ടുണ്ട്. ചൈന നേരത്തെ തന്നെ അഫ്ഗാനുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. അവരുടെ നയതന്ത്ര പ്രതിനിധി വരെ അഫ്ഗാനിലുണ്ട്. ഇനിയും താലിബാൻ അംഗീകരിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ഇന്ത്യൻ സർക്കാരിന് തോന്നിക്കാണണം എന്നാണ് വിദേശകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബന്ധം മെച്ചപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ക്രിക്കറ്റ് ആയിരിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. പരസ്പരം അതിർത്തി പങ്കിടുന്ന അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ കരമാർഗം തന്നെ കൈമാറ്റങ്ങൾ സാധ്യമാകുമായിരുന്നുവെങ്കിലും നടുവിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ഉള്ളതിനാൽ സംഗതികൾ നടക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ ഇറാനിലെ ചമ്പാർ തുറമുഖം വഴിയുള്ള ഇടപാടുകളെക്കുറിച്ചാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാന് തുറമുഖങ്ങളെ ഒന്നും ആശ്രയിക്കാതെയുള്ള ഈ ഇടപാട് പ്രദേശത്തെ പ്രതിസന്ധികൾ ഏതു തരത്തിലാവും ബാധിക്കുക എന്നതും പ്രശ്നം തന്നെ. ഏതായാലും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഈ തീരുമാനം പ്രതികൂലമായി തന്നെ ബാധിക്കും. പ്രധാനമായും ആരോഗ്യ മേഖലയിലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ ടൺ കണക്കിന് ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും തണുപ്പ് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളുമൊക്കെ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയിരുന്നു. ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ അടുക്കുന്നതിനിടയിലായിരുന്നു പാകിസ്ഥാന്റെ വക അഫ്ഗാനിലെ വ്യോമാക്രമണം. സ്ത്രീകളും കുട്ടികളും അടക്കം 46 ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അവരെ ആക്രമിച്ചും രക്ഷപ്പെടാനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് ഈ വ്യോമാക്രമണമെന്ന് ഇന്ത്യ അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. നേരത്തെ അഫ്ഗാനിസ്ഥാനാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന തീവ്രവാദ സംഘത്തെ വളർത്തുന്നത് എന്ന ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യേഷ്യ വഴി ഇറാനിലൂടെ പ്രദേശത്തെ ഒരു പ്രധാന ശക്തിയാവാനുള്ള വഴിയായാണ് അഫ്ഗാനുമായുള്ള ബന്ധത്തെ കാണുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം താലിബാനുമായുള്ള അടുപ്പത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ചില മുറിവുറുപ്പുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. താലിബാൻ അവരുടെ നയങ്ങൾ അതേപോലെ കൊണ്ടു നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യ പോലും രാജ്യത്തിൽ അവരുടെ കൂടെ നിൽക്കാനാവുക എന്നാണ് ചോദ്യം ഉയരുന്നത്. അഫ്ഗാനിലെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ മനുഷ്യാവകാശങ്ങളെയും മറന്നുകൊണ്ടുള്ള ഇന്ത്യയുടെ കൂട്ടുകെട്ടുകളെ വിമർശിക്കുന്നവരും ഉണ്ട്. പുതിയ കൂട്ടുകെട്ടുമ്പോൾ പഴയതിനെ മറക്കരുത് എന്ന ഉപദേശവും പല വഴിക്കും കേൾക്കുന്നുണ്ട്. തോട്ടിപ്പണി ഇന്ത്യയിൽ എന്നും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അതൊരു പ്രശ്നമായി പലർക്കും തോന്നിയിരുന്നു. പക്ഷേ ഈ 2025 സംഗതി നിർബാധം തുടരുന്നുവെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. സുപ്രീം കോടതി കണ്ണുരുട്ടിയിട്ടും സംഗതി ഇല്ലാതാവുന്ന മട്ടില്ലെന്നാണ് കാര്യങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ ഇത്തവണ സുപ്രീം കോടതി ഇടപെട്ട കേസിനെ കുറിച്ചുള്ള വാർത്തകൾ എന്തായാലും പഴയവയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ചെന്നൈ മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡിൻ്റെ ശുചീകരണ ജോലികൾ ഏറ്റെടുത്ത കരാറുകാരന് കീഴിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു 22കാരനായ ശ്രീധർ. ജോലിക്കിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ണയ്യൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ഒരു സാധാ കൂലിവേലക്കാരനായ കണ്ണയ്യന് എല്ലാ ദിവസവും കോടതിയിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് കേസ് മുന്നോട്ട് നീങ്ങിയില്ല. അത് തള്ളിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അദ്ദേഹത്തിന് മരണശേഷം ബന്ധുക്കൾ കേസുമായി വീണ്ടും മുന്നോട്ട് പോയി. ഒരു തൊഴിലാളിയെ കൊണ്ട് ഇത്തരമൊരു തൊഴിലെടുപ്പിക്കുകയും അപകടകരമായ സാഹചര്യത്തിൽ തൊഴിലെടുക്കുന്നതിനിടയിൽ അദ്ദേഹം മരിച്ചപ്പോൾ നഷ്ടപരിഹാരത്തിനായി സമീപിക്കുന്നവരോട് മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുകയും ഒട്ടനവധി നടപടിക്രമങ്ങളിലൂടെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിനെതിരെ കോടതിക്ക് മിണ്ടേണ്ടി വന്നു എന്ന് വേണം കരുതാൻ. ഇത്തരമൊരു തൊഴിലാളിയോടും കുടുംബത്തിനോടുമുള്ള സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തെപ്പറ്റി പോലും ചോദ്യങ്ങൾ ഉയർന്നു. മനുഷ്യൻ്റെ അഭിമാനമായിരുന്നു ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു. സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കവേ വീണ്ടും തോട്ടിപ്പണിക്കെതിരെ ശക്തമായി സംസാരിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും ഈ മരണം അതിലംഘിച്ചിരിക്കുകയാണെന്ന് കോടതി വിലയിരുത്തി. ശ്രീധരൻ്റെ മരണത്തിന് കോൺട്രാക്ടർ മാത്രമല്ല സ്റ്റേറ്റും ഉത്തരവാദിയാണെന്നായിരുന്നു കോടതി പറഞ്ഞത്. തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ തൊഴിൽ നിയമങ്ങളുടെ അന്തസത്ത വരെ ചോർത്തിക്കളയുന്ന തരത്തിൽ നടപടിക്രമങ്ങളിൽ കുടുങ്ങിക്കിടന്ന ലേബർ കമ്മീഷണറെയും കോടതി കുറ്റപ്പെടുത്തി. 2023 ഇത്തരത്തിലുള്ള ശക്തമായ ഇടപെടൽ
സുപ്രീം കോടതി നടത്തിയിരുന്നു. തോട്ടിപ്പണിയും അപകടകരമായ സാഹചര്യത്തിലുള്ള ശുചീകരണ വൃത്തിയും ഒക്കെ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അന്നേ കോടതി ആവശ്യപ്പെട്ടതാണ്. 2023 ഒക്ടോബർ മാസത്തിലായിരുന്നു ആ വിധി. അതിനു മുമ്പ് 2013 തോട്ടിപ്പണിയൊക്കെ നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു സർക്കാർ. പക്ഷേ പൗരന്മാർക്കിടയിൽ സാഹോദര്യവും സമത്വവും അഭിമാനബോധവും ഇല്ലാതാക്കുന്ന ഇത്തരം പരിപാടികൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. ഈ സങ്കല്പങ്ങളൊക്കെ അർത്ഥശൂന്യമായ സിദ്ധാന്തങ്ങളായി ഭരണഘടനയിൽ ഉറക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. തോട്ടിപ്പണി നിരോധിച്ചുകൊണ്ടുള്ള നിയമം നടപ്പിലാക്കിയ ഒരു മുനിസിപ്പാലിറ്റി പോലും രാജ്യത്തില്ല എന്ന ദുഃഖവും കോടതി വിധിപ്രസ്താവത്തിനിടെ രേഖപ്പെടുത്തി. മായാവതിയുടെ 69ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ജന്മദിനവുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ മായാവതിയുടെ കൂടെയുള്ള ആളെ കണ്ട് പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനം വരെ ഞെട്ടി. മരുമകൻ ഇഷാൻ ആനന്ദാണ് ഒരു ഡയറിയും പേനയും ഒക്കെയുമായി പ്രത്യക്ഷപ്പെട്ടത്. ഇഷാൻ്റെ രാഷ്ട്രീയ ഇൻറ്റേൺഷിപ്പാണ് ഇതെന്നാണ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്. ഇഷാൻ്റെ സഹോദരൻ ആകാശ് ആനന്ദിനെ നേരത്തെ തന്നെ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററാക്കി ബഹൻജി ഉത്തരവിറക്കിയിരുന്നു. രണ്ടുപേരുടെയും പിതാവ് ആനന്ദ് ആവട്ടെ BSPയുടെ വൈസ് പ്രസിഡന്റുമാണ്. ആകപ്പാടെ തകർന്നടിഞ്ഞ് ഇല്ലാതാവുന്ന BSPക്ക് വരുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വോട്ട് ശതമാനം 2% അല്പം മുകളിൽ മാത്രമായിരുന്നു. 2027 ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. അന്നേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ മരുമക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ് മായാവതി ലക്ഷ്യമിടുന്നത് എന്നാണ് വിമർശനപക്ഷം. ഇഷാൻ വരികയാണെങ്കിൽ അത് പാർട്ടിയിൽ യുവരക്തത്തിന് നൽകുന്ന പ്രാധാന്യമായി മാത്രം കണ്ടാൽ മതി എന്ന പ്രഖ്യാപനങ്ങൾ വരെ BSP നേതാക്കളിൽ നിന്നും വന്നു കഴിഞ്ഞു. ചിലരാവട്ടെ അതൊന്നുമല്ല, ബഹൻജിക്ക് ജന്മദിനാശംസ നേരാൻ വന്നതാണ് അദ്ദേഹം എന്നും ആശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി.